എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എനിക്ക് സജഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. അതായത് നമുക്ക് മടിയൊക്കെ മാറ്റി എങ്ങനെ ഒരു ഡേ പ്രൊഡക്റ്റീവായിട്ട് പ്ലാൻ ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ പ്രൊഡക്ടിവിറ്റീനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കറക്റ്റായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ നമുക്കൊരു ഡേ നമുക്ക് പ്ലാൻ ചെയ്ത് കുറച്ചും കൂടെ നമ്മളുടെ മടിയൊക്കെ മാറ്റി കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? ഓക്കെ. അപ്പം നമ്മളുടെ എല്ലാവരുടെയും ഒരു പ്രശ്നം എന്താ? അതായത് നമുക്ക് എല്ലാവർക്കും നല്ല മടിയാണല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചാലും നമുക്കതിന് പ്രോപ്പറായിട്ടൊരു പ്ലാനിങ് ഉണ്ടായിരിക്കില്ല. അതായത് നമ്മൾ എന്താ വിചാരിക്കുക, നമ്മൾ നാളെ തൊട്ട് തുടങ്ങാം, അതല്ലാന്നുണ്ടെങ്കിലും മറ്റന്നാൾ തൊട്ട് തുടങ്ങാം. ഇപ്പം എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ വിചാരിക്കും ഓക്കെ ഞാൻ ഇനി എൻ്റെ ദിവസം നന്നായി പ്ലാൻ ചെയ്യാൻ പോവാം, പക്ഷെ നാളെ തൊട്ട് ഞാൻ പ്ലാൻ ചെയ്യണുള്ളൂ. അങ്ങനെയല്ലേ? അതൊക്കെയാണ് നമ്മളുടെ പ്രശ്നം. അതായത് ഒരു കാര്യം നമ്മൾ നാളേക്കും മറ്റന്നാളത്തേക്കും വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ മടി കാരണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളുടെ മടി മാറ്റാനായിട്ട് നമ്മൾ വലിയ വലിയ ടാസ്കുകൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് കുഞ്ഞു കുഞ്ഞു ടാസ്കുകളാക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളുടെ മൈൻഡിൽ നമുക്കൊരു ബ്ലോക്ക് വരും. അതായത് അയ്യോ ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ എങ്ങനെ ചെയ്യും, അതല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇതെല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്യും, അങ്ങനെ ഒരു കാര്യം നമുക്ക് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും, നമ്മൾ ആ ഒരു സ്റ്റാർട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ടാസ്ക് ആയിട്ട് നമ്മൾ അക്കംപ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്കത് കുറച്ചും കൂടെ ആ ഒരു വലിയ പണി നമ്മൾ ചെയ്യുന്നതായിട്ട് അങ്ങനെ തോന്നാത്ത രീതിയിൽ അതൊരു ബേർഡൻ ആയിട്ട് നമുക്ക് തോന്നാതെ കുറച്ചും കൂടെ ഈസി ആവുന്നത് പോലെ നമുക്ക് തോന്നാട്ടോ. നിങ്ങൾ ഇത് ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഉറപ്പായിട്ടും ഇത് വർക്ക് ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അതായത് എനിക്ക് ഒരുപാട് വലിയൊരു കാര്യം എനിക്ക് ചെയ്ത് തീർക്കാനുണ്ടെന്നുണ്ടെങ്കിൽ സ്മോൾ സ്റ്റെപ്സ് നമ്മൾ ആദ്യം വെക്കാം. നമുക്കൊരിക്കലും ഒരു പടിയിൽ നിന്ന് 5ാമത്തെ പടിയിലോട്ട് കാലെടുത്ത് വെക്കാനായിട്ട് പറ്റില്ലല്ലോ. നമ്മൾ 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും സ്റ്റെപ്സ് കയറിയാലല്ലേ നമുക്ക് 5ാമത്തെ സ്റ്റെപ്പ് ഈസി ആയിട്ട് കയറാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാല് അകത്തി വെച്ച് കയറാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് കുറച്ചും കൂടെ ടാസ്ക്കാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വലിയൊരു കാര്യം നമുക്ക് ചെയ്ത് തീർക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞു കുഞ്ഞു ടാസ്കുകളായിട്ട് ഓരോന്നും പെർഫെക്ഷനോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ അത് ഈസി ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെയുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മളൊരു കാര്യം നമ്മൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ടൈപ്പ് ആളുകൾ ഉണ്ടായിരിക്കും. അതായത് ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് പോയി ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം കഴിയാതെ എണീക്കില്ല അങ്ങനെ തീരുമാനിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഇപ്പം ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്തു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു കാര്യം കഴിയാതെ ഞാൻ വെള്ളം കുടിക്കാൻ പോലും എണീറ്റ് പോയില്ല. കാരണം ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആവുമെന്ന് പേടിച്ചിട്ട് ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പിൽ വരുന്ന ആളാണ് കേട്ടോ ഞാൻ. പക്ഷെ അത് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. കാരണം അത് നമ്മളെ കുറച്ചും കൂടെ ടയേർഡ് ആക്കും. നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് കുറച്ചും കൂടെ മടുപ്പുണ്ടാക്കാനായിട്ട് സാധ്യതയുള്ള ഒരു കാര്യം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ചെറിയ ബ്രേക്സ് എടുക്കാം. ബ്രേക്ക് മാത്രമായി പോകരുത് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ പഠിക്കുവാണ്, അതല്ലാന്നുണ്ടെങ്കിൽ അരമണിക്കൂർ വേറെ ജോലി ചെയ്യുവാണ്, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ്സോ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് ജനലൊക്കെ തുറന്നൊരു പച്ചപ്പൊക്കെ ഒന്ന് ആസ്വദിക്കുക. അങ്ങനെ നമ്മൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചെയ്തതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഹാർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നേരത്തെ പറഞ്ഞ പോയിന്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചില ആളുകൾ ഭയങ്കര പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ആളുകളായിരിക്കുന്നത്. അതായത് നമ്മൾ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് റൂമിൽ വന്നിരിക്കുന്ന ആളായിരിക്കും. പക്ഷെ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ ആ മെസ്സേജ് എന്താണെന്ന് അറിയാനോ അല്ലെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് അറിയാനോ ജസ്റ്റ് ഒന്ന് ഫോൺ എടുക്കും. പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യം, നമ്മൾ പഠിക്കാനാണ് അവിടെ ഇരുന്നത് എന്ന കാര്യം വരെ നമ്മൾ മറന്നു പോകുന്ന സിറ്റുവേഷനിലേക്ക് എത്തും അല്ലേ. നിങ്ങൾക്ക് പലർക്കും ഇതൊരു അനുഭവം ഉണ്ടായി കാണും അല്ല. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ വീട്ടിലൊരു കുഞ്ഞു വാവയുണ്ട്, അപ്പോൾ നമ്മളുടെ വാവ എപ്പോഴും നമ്മളുടെ റൂമിലോട്ട് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. പിന്നെ നമ്മൾ വാവേനെ കുഞ്ചിക്കാനിരിക്കും, പിന്നെ വാവി നമ്മളായിട്ടായിരിക്കും കളി അവിടെ നടക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഫോക്കസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതല്ല ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മുടെ വർക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ചും കൂടെ നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് സ്പേസ് കണ്ടുപിടിച്ചിട്ട് നമ്മളെ ഒന്നും ഡിസ്ട്രാക്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ഇൻ ബിറ്റ്വീൻ കുറച്ചൊക്കെ ബ്രേക്സ് ഒക്കെ എടുത്ത് നമ്മൾ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആവുന്ന ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇതൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ എവിടെ വരെത്തി? നമ്മൾ ഡേ ഒക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ ടാസ്ക് ഒക്കെ കുറച്ചും കൂടെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കുഞ്ഞു ടാസ്ക് ആയിട്ട് മാറ്റി നമ്മൾ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ബ്രേക്ക് ഒക്കെ എടുത്ത് നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ
നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നെക്സ്റ്റ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഡേ എൻഡിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തതൊക്കെയും റിവ്യൂ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അതായത് ഏതൊക്കെ പോയിന്റ്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റി, എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ ഇനി വരുത്തേണ്ടത്, എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് ആണ് നമ്മളുടെ സൈഡിൽ നിന്ന് നമ്മൾ വരുത്തേണ്ടത്, നമുക്ക് ടൈം കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ. നമ്മൾ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കേട്ടോ. അതായത് നമ്മളുടെ ടാസ്ക് ഒക്കെ ബ്രേക്ക് ചെയ്ത് കുഞ്ഞു കുഞ്ഞു ടാസ്ക് ആക്കി ഒരു ടാസ്ക് മാത്രം ഒരു ദിവസം മൊത്തം ചെയ്തുകൊണ്ടിരുന്നോണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ടൈം മാനേജ് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമ്മളൊന്ന് റിവ്യൂ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനെ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഏകദേശം മനസ്സിലാവും നമ്മളിപ്പോൾ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്, നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി വരുത്തേണ്ടത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് തന്നെ ഒരു ചാർട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ നമ്മളൊന്ന് റിവ്യൂ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ പ്രോഗ്രസ്സിൽ നമ്മളൊരു ഒരാഴ്ച നമ്മൾ ഈ ഒരു കാര്യം നമ്മളൊരു റുട്ടീൻ പോലെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തെയും റിവ്യൂസ്, അതായത് നമ്മൾ ഇപ്പം നോട്ട് ഡൗൺ ചെയ്ത് വെക്കുകയാണ്, ഞാൻ ഇത്ര നേരം കൊണ്ടായിരുന്നു ആദ്യം എനിക്ക് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇത്ര നേരമായിരുന്നു ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്, എന്തായാലും 7ാമത്തെ ഡേ നമുക്ക് അതിനെക്കാട്ടിലും വളരെ കുറവ് സമയം എടുക്കുന്നുണ്ടായിരിക്കുള്ളൂ നമ്മൾ ആ സെയിം കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോഗ്രസ് നമ്മൾ കുറച്ചും കൂടെ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നമ്മളത് റിവ്യൂ ചെയ്യുക. അതുപോലെ തന്നെ നമുക്കൊരു ടോക്കൺ ഓഫ് ഹാപ്പിനെസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് നമ്മൾ പല ടെക്നിക്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഒരു ഡേ പ്ലാൻ ചെയ്യാനായിട്ട് പല മെത്തേഡ്സ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ഒരു പാറ്റേൺ, അതായത് ഈ ഒരു പാറ്റേൺ തന്നെ നിങ്ങൾക്ക് വർക്ക് ആയിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പോൾ നമ്മളുടേതായ എല്ലാവർക്കും അവരുടേതായ ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എത്ര ലേറ്റ് ആയിട്ട് എണീറ്റാലും എനിക്ക് ഇന്ന ഒരു കാര്യം ഇന്ന് ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് എത്ര ലേറ്റ് ആയിട്ട് എണീറ്റാലും അല്ലെങ്കിൽ എത്ര ലേറ്റ് ആയിട്ട് ഞാൻ കിടന്നാലും അതങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്ക് അത്രയും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത് എൻ്റെ ആവശ്യം അനുസരിച്ചിട്ടിരിക്കും. അതായത് എനിക്കത് ഇന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ നാളത്തേക്ക് ബ്രോ ഡൗൺ ചെയ്യുമായിരിക്കും. പക്ഷേ പല ആളുകൾക്കും പല പ്രയോറിറ്റീസ് ആണ്, പല ആളുകൾക്കും വർക്ക് ചെയ്യുന്നത് പല ടെക്നിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന് ഒരിക്കലും ഒരു എന്താ പറയുക ഇങ്ങനെ പാടുള്ളൂ എന്നൊരു നിബന്ധനയില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഒരു ഡേ ഒരു 1 മന്ത് നമ്മൾ ഒരു പാറ്റേണിൽ മാത്രം നമ്മൾ ചെയ്ത് നോക്കിയിട്ട് കുറേ എന്ന് വന്നൂല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ പാറ്റേണിൽ ചെയ്ത് നോക്കിയിട്ട് നമുക്കത് വർക്ക് ആവണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാറ്റേൺ സ്വിച്ച് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അതല്ലാണ്ട് നമുക്ക് ബെനഫിഷ്യൽ ആവാത്ത ഒരു കാര്യം തന്നെ അതിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മളുടേതായ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്തിട്ട് അതിൽ നമ്മളുടെ റിവ്യൂ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നുള്ളത്. അപ്പോൾ പല ടെക്നിക്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മളുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആക്കാനും നമ്മളുടെ ആ ഒരു ഡേ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആക്കി നല്ല വെൽ പ്ലാൻഡ് ആക്കാനും അങ്ങനെയുള്ള ടെക്നിക്സ് നമുക്ക് വേറെയും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതൊരു കുട്ടി വീഡിയോ ആയിരിക്കും. ഈ കുഞ്ഞു ടിപ്സ് ഞാൻ നോക്കിയിട്ട് എനിക്ക് വർക്കായിട്ടുള്ളതും അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് കേൾക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ഫീസിബിൾ ആയിട്ടുള്ളതാണ് എന്ന് തോന്നിയിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. അതായത് പല കാര്യങ്ങളും നമ്മൾ പലർക്കും പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കിനും അതായത് അതൊക്കെ ഫീസിബിൾ ആണോ എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കണം. കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഒരു ഡേ 1 തൊട്ടിട്ട് പാലിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഫീസിബിൾ ആയിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ കുറച്ചും കൂടെ സൂതിങ് ആയിട്ട് അങ്ങനെ തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.